ഞങ്ങളൊരു 9 മക്കളുള്ള കുടുംബത്തിലുള്ള ഒരു അംഗമാണ് ഞാൻ. അപ്പച്ചനും അമ്മച്ചിയൊക്കെ മരിച്ചുപോയി. അവർ ചെറുപ്പത്തിൽ 3 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ കൊച്ചുങ്ങളെയൊക്കെ തട്ടി വിളിച്ചെഴുന്നേൽപ്പിച്ച് ഒരു പ്രയർ ചൊല്ലുന്ന ഒരു അവസ്ഥയിൽ കൂടി വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെയും ഞങ്ങൾ കിടന്നുറങ്ങും. അപ്പച്ചനും അമ്മച്ചിയൊക്കെ പിന്നെ വൈകുന്നേരം രാവിലെ ആകുമ്പോഴേക്കും 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ കുർബാനയ്ക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്ക് 4:30 ആകുമ്പോൾ അവർ എഴുന്നേറ്റ് പശു ആടൊക്കെയുള്ള ഒരു കുടുംബത്തിൽ, ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ. അപ്പോൾ എന്നാ അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ തേച്ച് ഞങ്ങളെല്ലാം കൊച്ചുങ്ങളെയൊക്കെ അടിച്ചു കയറി, 9 മക്കളുണ്ടെന്ന് ഓർക്കണം, എല്ലാവരും ഞങ്ങൾ ചൂട്ടും കത്തിച്ചാണ് പള്ളിയിലോട്ട് പോകുന്നത്. എൻ്റെയൊക്കെ നല്ല ഓർമ്മകളാണത്. പള്ളി ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ഞങ്ങൾ ഇരട്ടയാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അടുപ്പിച്ച് നിർത്തും. ഞങ്ങളുടെ ഇളയതൊരു മോനുണ്ട്, ഞങ്ങളങ്ങനെ 3-4 പിള്ളേർ ചെറുതാണ്, എല്ലാവരും അടുപ്പിച്ച് നിർത്തി അമ്മച്ചി ഈശോനെ സ്വീകരിച്ച് തിരിച്ചു വന്ന് അവിടെ മുട്ടുകുത്തി ഇരുന്നിട്ട് ഞങ്ങൾ ചോദിക്കും എന്താന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അമ്മച്ചി ഒന്നും മിണ്ടിയല്ല. എല്ലാം കഴിഞ്ഞിട്ട് അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞു തരും, ചുവട്ടിൽ പറഞ്ഞു തരും, ഈശോനെ ദേ ഈശോയാണ് കേട്ടോ, അത് ഈശോയാണ് കേട്ടോ, ഈശോനെ ദേ പ്രാർത്ഥിച്ചോ മക്കളെ, നമുക്ക് ഈശോ മാത്രമേ ഉള്ളൂ, ഈശോയോട് പ്രാർത്ഥിച്ചോ. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രതിസന്ധി എന്ന് പറയണത് ജനാഭിമുഖവും ഏകീകൃത കുർബാനയും. സത്യം പറഞ്ഞാൽ അൽമായറ നമ്മളെല്ലാവരും ഈശോനെ നോക്കി തന്നെയാണ് നിൽക്കുന്നത്, അതിന് യാതൊരു ഡൗട്ടും ഇല്ല. നമ്മൾ അൾത്താരയ്ക്ക് മുന്നിലേക്ക് നോക്കി ഈശോയാണ് അവിടെയെന്ന്. ഒരച്ഛൻ്റെ സംസാരങ്ങളോ അച്ഛൻ്റെ പ്രാർത്ഥനകളോ വട്ടെവർ ഇറ്റ് ഈസ് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ അൾത്താരയെ നോക്കി ഈശോനാണ് പറയുന്നത്. അച്ഛന്മാർ മാത്രമാണ് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് അപ്പം സർവാധിപനാം കർത്താവേ എന്നൊക്കെ പറഞ്ഞ് ധൂപക്കുറ്റിയൊക്കെ ആട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ് വരുന്നത്. അവർ ജനങ്ങളെ നോക്കിയിട്ടൊക്കെയാണ് ആ ഈശോയുടെ അങ്ങോട്ട് തിരിഞ്ഞ സക്രാരിയിലോട്ട് അത് കാണിക്കാത്തത്. സത്യത്തിൽ എനിക്ക് കണ്ണീരോടെയാണ് ഞാനത് ഓരോ ബലിയും അർപ്പിച്ചു പോരുന്നത്. ഇപ്പം നമ്മുടെ മക്കളോട് പറയുമ്പോൾ മക്കൾ പറയാണ് അവരങ്ങനെ ചെയ്യുന്ന കർത്താവ് മമ്മി, പിന്നെ എന്തിനാണ് നമ്മൾ കുമ്പസാരിക്കുന്നത്, നമ്മൾ എന്തിനു വലിയ എനിക്ക് താല്പര്യമില്ല എന്ന് പോലും എൻ്റെ മകൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഒത്തിരി വേദനിക്കുമായിരുന്നു. എന്താണ് ഈ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ മൂല്യച്യുതി എന്താണ് നമ്മൾ അച്ഛന്മാർ ദൈവത്തെ കൊടുക്കാനല്ലേ അവർ നമുക്ക് വേണ്ടിയിട്ട് അഭിഷിക്തരായത് എന്നുള്ളതാണ്. ഇപ്പോൾ മാർപ്പാപ്പ പറയുന്നു, കർദ്രാളന്മാർ പറയുന്നു, എല്ലാവരും മെത്രാന്മാരെല്ലാം പറയുന്നു. പക്ഷെ നമ്മുടെ വികാരി അച്ഛന്മാരോ നമ്മുടെ വൈദികരോ അതിനകത്തോട്ട് യാതൊരു ലെവലേശം ശ്രദ്ധിക്കാതെ വിശ്വാസത്തിനുള്ള സമൂഹത്തെ എങ്ങനെ അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ വേദനാജനകമാണ്. അമ്മമാരായ ഞങ്ങൾക്ക് ഭയങ്കര വേദനയുണ്ട് ഈ സഭയിൽ കിടന്ന് തല്ലുപിടിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ജയ് വിളിക്കുന്നതും. അതുപോലെ തന്നെ ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ട് ജയ് വിളിച്ച് ഐക്യം ഇത് INTUC-കാരനേക്കാൾ കഷ്ടമായിട്ട് തെരുവിലിറങ്ങി ഈ ദൈവത്തിൻ്റെ തിരുവസ്ത്രം, യേശു തന്ന തിരുവസ്ത്രം ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ചോരയാണ് പൊടിയുന്നത്. ഒരേ സ്വരം ഒരേ മനം ഒരേ ബലി ബലി, ഒരേ സ്വരം ഒരേ മനം ഒരേ ബലി ബലി. കൈകൾ കോർത്തിടാൻ ക്രിസ്തുവിലൊന്നാകാം, അനുരഞ്ജിതരാകാം, സഭയോടൊന്നാകാം.